ഓക്കെ, 7:35 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എക്സാം അങ്ങ് അടുത്തു. എല്ലാവരും സിലബസ് ഒക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറെ അധികം PYQs ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര PYQs ചെയ്യുക. കാരണം സിലബസിൽ നമുക്ക് ചിലപ്പം ഏതെങ്കിലും ടോപ്പിക്കുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് PYQ ചെയ്യുമ്പോൾ അതൊന്ന് മേക്കപ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോ നിങ്ങൾ ഒന്ന് പറയണേ ഷെയർ ആയിട്ടുണ്ടെങ്കിൽ. സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഭൂമിയിലെ ഏറ്റവും സാന്ദ്രതയുള്ള പാളി, അതായത് ദ ഡെൻസസ്റ്റ് ലെയർ ഓഫ് എർത്ത് ഏതാണ് എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം നമ്മുടെ എർത്തിനെ നമ്മൾ മേജറായിട്ട് 3 ഡിവിഷൻ ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഭൂവൽക്കം, മാൻഡില്, കാമ്പ്. അതിൽ തന്നെ ഭൂവൽക്കത്തിനെയും നമ്മൾ രണ്ടായിട്ട് പറയുന്നുണ്ട്. മാൻഡിലിനെയും നമ്മൾ ഉപരിമാൻഡിൽ, അധോ മാൻഡിൽ എന്ന് പറയുന്നുണ്ട്. കാമ്പിനെ അകക്കാമ്പ്, പുറക്കാമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതില് ഏറ്റവും സാന്ദ്രതയുള്ള പാളി, ഡെൻസസ്റ്റ് ലെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ആർക്കെങ്കിലും അറിയാം? മാൻഡിലുണ്ട്, ഭൂവൽക്കുണ്ട്, അകക്കാമ്പുണ്ട്, പുറക്കാമ്പുണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമുക്കറിയാം വ്യത്യസ്ത ലെയേഴ്സ് ആണ്, നമ്മുടെ ഭൂമിയുടെ വ്യത്യസ്ത ലെയേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഏതായിരിക്കും? അപ്പോ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. വൺ സെക്കൻഡ്. ഒരു മിനിറ്റ്. മാം ഓക്കെ, കാണുന്നുണ്ട്, സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. അകക്കാമ്പാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കാണാം. ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇതേപോലെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഭൂമിയുടെ ഏറ്റവും സാന്ദ്രത കൂടിയ പാളി എന്ന് പറയുന്നത് അകക്കാമ്പാണ്. ഏറ്റവും ഉൾഭാഗത്തുള്ള ഇന്നർ കോർ ആണ് എന്ത്, നമ്മുടെ ഏറ്റവും സാന്ദ്രത കൂടിയത്. കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇരുമ്പ് അഥവാ Fe, നിക്കൽ, Ni എന്നൊക്കെ പറയുന്ന ഖരരൂപത്തിലുള്ള ഒരു പാളിയാണ്. ഇവയൊക്കെയാണ് ഇതിൽ ഉള്ളത്. അപ്പോ ഇതിൽ ഇനി ചോദ്യം ചിലപ്പം ഏറ്റവും സാന്ദ്രത കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പുറത്തെ പാളിയായിട്ടുള്ള ഭൂവൽക്കമാണ് ഏറ്റവും കുറഞ്ഞത്. ഏറ്റവും കൂടിയ സാന്ദ്രതയുള്ളത് നമ്മുടെ ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ കോർ ആണ്. അപ്പോ ഇതിന്റെ ഇടയിലുള്ള മാൻഡിൽ എന്ന് പറയുന്ന സമയത്ത് ഇടത്തരം സാന്ദ്രത മാത്രമാണ് അതിനുള്ളത്. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് പോകുന്തോറും ആണ് എന്ത് ചെയ്യുന്നത്, സാന്ദ്രത കൂടി വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും കൂടിയത് അകക്കാമ്പും കുറഞ്ഞത് എവിടെയാണുള്ളത്, ഭൂവൽക്കവും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടോപ്പോഗ്രഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത്, അതായത് യെല്ലോ കളർ, അതായത് തരിശുഭൂമിയാണോ, കൃഷിഭൂമിയാണോ, വനമാണോ, ജനവാസ കേന്ദ്രങ്ങളാണോ, ഇവയിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോ നമുക്കറിയാം യെല്ലോ കളറിൽ കാണിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും, കൃഷി ഭൂമിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ കൃഷിഭൂമിയാണ് എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. അപ്പോ ചില സ്ഥിരമായിട്ട് കാണുന്നതുണ്ട്. അതായത് മഞ്ഞ നിറം നമുക്കറിയാം കൃഷിയിടങ്ങളെയും അതേപോലെ തന്നെ കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളെയാണ് കാണിക്കുന്നത്. ഗ്രീൻ കളറിൽ, പച്ച കളറിൽ നമുക്കറിയാം വനം, സസ്യമൊക്കെയാണ് കാണിക്കുക. റെഡ് എന്ന് പറയുന്ന സമയത്ത് കെട്ടിടങ്ങള്, റോഡുകളൊക്കെയാണ്. അതേപോലെ ബ്ലൂ കളറിൽ കാണിക്കുന്നത് എപ്പോഴും എന്താണ്, ജലാശയങ്ങൾ, അതായത് നദി, തടാകം, കുളം, അങ്ങനത്തെ ജലാശയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ബ്ലൂ കളറിൽ കാണിക്കുന്നത്. അപ്പൊ ഇതേപോലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്നുള്ള പുസ്തകം എഴുതിയത് എന്നാണ് ചോദ്യം. അതായത് നമുക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു പുസ്തകമാണ്. അപ്പോ ഇതില് ഏതായിരിക്കും നമ്മുടെ ആൻസർ? കേളപ്പൻ ഉണ്ട്, പട്ടം താണുപിള്ള, അതേപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട്, അക്കമ്മ ചെറിയാൻ. അപ്പൊ ഇതില് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമുക്ക് നമ്മുടെ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ 1.25 കോടി മലയാളികൾ ഏത് വർഷമാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ 1946, അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുന്നേ ഉള്ള വർഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ കെ കേളപ്പൻ, അല്ലെ? ഇപ്പൊ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തില് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും ആരാണ്, നമ്മുടെ കെ കേളപ്പനാണ്. പയ്യന്നൂര് നേതൃത്വം കൊടുത്തത് ഇദ്ദേഹമാണ്. പിന്നെ നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് പട്ടം എ താണുപിള്ള എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരളത്തിന്റെ 2ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം നിലവിൽ വന്നിരുന്നു. അതേപോലെ തന്നെ പഞ്ചാബ്, ആന്ധ്രാപ്രദേശിലൊക്കെ അദ്ദേഹം ഗവർണറായിട്ടും നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓപ്ഷൻസിലുള്ള മറ്റൊരു ആളാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ഇവരാണ്, അക്കമ്മ ചെറിയാനാണ്. അപ്പോ ഇതിലെ 4 ആളെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് EMS നമ്പൂതിരിപ്പാട് 1946-ലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് ഇന്ത്യയുടെ മാന രേഖാംശമാണ്, അതായത് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ ഏതാണെന്നാണ് ചോദ്യം. അതായത് നമ്മൾ ടൈം കാൽക്കുലേഷൻ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഈ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ മാന രേഖാംശം ഏതാണ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതാണ്? നമുക്ക് ഏകദേശം അറിയാം, ഒരു 82 ഡിഗ്രി 30 ഈസ്റ്റ് വെസ്റ്റ്, അതായിരിക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക. കാരണം AB എന്തായാലും അല്ല എന്ന് നമുക്കറിയാം. ഇനി ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നുള്ളതായിരിക്കും നമ്മുടെ കൺഫ്യൂഷൻ ഉണ്ടാവുക. കൺഫ്യൂഷൻ ആവേണ്ടതില്ല. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി, അതായത് 82 ഡിഗ്രി 30 ഈസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ മാന രേഖാംശം എന്ന് പറയുന്നത്. അതായത് ഇത് കടന്നു പോകുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ മിർസാപൂറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രേഖാംശം കടന്നു പോകുന്നത്. അപ്പൊ ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ പറയുന്നത്. അപ്പോ നമ്മളും, അതായത് ഇന്ത്യന്റെ സ്റ്റാൻഡേർഡ് ടൈമും അതേപോലെ തന്നെ നമ്മുടെ ഗ്രീനിച്ച് സമയം ഉണ്ടല്ലോ, ഗ്രീനിച്ച് സമയവും തമ്മിൽ ഏകദേശം 5.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ഇത് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഗ്രീനിച്ച് അവിടെ ഏകദേശം ഒരു 1 മണിയാണ്, ഉച്ചക്ക് 1 മണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ അപ്പോൾ ഏത് സമയമായിരിക്കും എന്നൊക്കെ ഉള്ളത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് 5.5 മണിക്കൂറിന്റെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ 5.5 മണിക്കൂർ കൂട്ടി നോക്കുക. ചിലപ്പം PM തന്നെ ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് AM ആയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആണ്. ഉത്തർപ്രദേശിലെ മിർസാപൂരിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രേഖാംശം കടന്നു പോകുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സൂക്ഷ്മ ശിലായുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടം. അതായത് ദ ഏജ് വിച്ച് ഇസ് കോൾഡ് ആസ് മൈക്രോലിത്തിക് ഏജ് ഏതാണ് എന്നാണ് ചോദ്യം. സൂക്ഷ്മ ശിലായുഗം ഏതാണ്? അതായത് പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്, അതേപോലെ തന്നെ വെങ്കലയുഗമുണ്ട്. അപ്പോ ഇതിലേതാണ് സൂക്ഷ്മ ശിലായുഗം എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതായിരിക്കും? നമുക്ക് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. അതായത് മധ്യശിലായുഗമാണ്. അതായത് അന്നാണ് ആദ്യമായിട്ട് മനുഷ്യര് എന്ത് ചെയ്യുന്നത്, വേട്ടയാടാനും മറ്റുമൊക്കെ ആയിട്ട് ചെറിയ ശിലാ ആയുധങ്ങളൊക്കെ നിർമ്മിച്ച് ചെയ്തിരുന്നത് ഈ ഒരു മൈക്രോലിത്തിക് അല്ലെങ്കിൽ സൂക്ഷ്മ ശിലായുഗത്തിലെ സമയത്താണെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറിയത് കൊണ്ട് ഇതേപോലുള്ള ഏതെങ്കിലും ഒരു ഉപകരണത്തെ കുറിച്ച് എന്ത് ചെയ്യാം, ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ബാരോമീറ്റർ ഓപ്ഷനിലുണ്ട്, തെർമോമീറ്റർ ഉണ്ട്, അനിമോമീറ്റർ ഉണ്ട്, അതേപോലെ തന്നെ സീസ്മോഗ്രാഫ് ഉണ്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അന്തരീക്ഷത്തിലെ മർദ്ദമാണ് അളക്കേണ്ടത്. അതായത് പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ് നമുക്ക് അളക്കേണ്ടത്. അപ്പോ നമുക്കറിയാം പ്രഷർ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ എന്നുള്ള യൂണിറ്റിലാണ് പറയുന്നത്. അപ്പൊ മില്ലി ബാർ, അതിൽ തന്നെ ഒരു ബാർ എന്നുള്ളത് കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിലൂടെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ബാരോമീറ്റർ ആണ് നമ്മുടെ ആൻസർ. അറ്റ്മോസ്ഫെറിക് പ്രഷർ, മർദ്ദം അളക്കുന്നത് എപ്പോഴും എന്തിലാണ്? നമ്മൾ ബാരോമീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് അന്തരീക്ഷ മർദ്ദം നമുക്ക്
ബാരോമീറ്റർ ആണ്. ഊഷ്മാവ് അതായത് ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്നത്, ചൂട് നോക്കുന്നത് എപ്പോഴും എന്താണ്, തെർമോമീറ്റർ ആണ്. അതെപ്പോഴും നമ്മൾ ഡിഗ്രി സെൽഷ്യസിലാണ് പറയാറുള്ളത്. ഇനി കാറ്റിന്റെ വേഗത, അതായത് ഓരോ സ്ഥലത്തും എത്രത്തോളം വേഗത്തിലാണ് കാറ്റടിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അനിമോമീറ്റർ വെച്ചിട്ടാണ്. ഇനി കാറ്റിന്റെ ദിശ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വിൻഡ് വെയിൻ എന്നുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദിശ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് അത്ര പരിചയമില്ലാത്തതാണ് സീസ്മോഗ്രാഫ് എന്നുള്ളത്. സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഈ ഭൂകമ്പം, അതേപോലെ ഭൂചലനങ്ങള്, ഇതിന്റെയൊക്കെ വേവ്സ് ഉണ്ടാവുമല്ലോ, തരംഗങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണെന്ത്, സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ, പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഏതെങ്കിലും ഒരു ഉപകരണത്തെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മാറിപ്പോവരുത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല ഏതാണെന്ന്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടർ പ്രൊവൈഡ്സ് ലാർജസ്റ്റ് എംപ്ലോയ്മെന്റ് സെക്ടർ ഇൻ ഇന്ത്യ. അതായത് നമുക്ക് മേജർ ആയിട്ട് 3 സെക്ടേഴ്സ് ഉള്ളതെന്ന് നമുക്കറിയാം. അഗ്രികൾച്ചർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട് അല്ലെ. 4ാമത്തെ ഓപ്ഷൻ ഇവയൊന്നുമല്ല, പക്ഷെ ഓപ്ഷൻ ഡി അല്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല, അതായത് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് ഇതിൽ ഏത് മേഖലയിലാണ് എന്നാണ് ചോദ്യം. എന്തായാലും നമുക്കറിയാം, പണ്ട് മുതലേ നമുക്കറിയാം ഇന്ത്യ തുടങ്ങുന്നത് അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കാർഷിക മേഖല അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇന്ത്യയിൽ ഏകദേശം 60 മുതൽ 70% വരെ ആൾക്കാര് വർക്ക് ചെയ്യുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് ചിലപ്പം GDP-യിലേക്ക് ഏറ്റവും കുറവ് കോൺട്രിബ്യൂഷൻ നടത്തുന്ന സെക്ടർ ഏതാ, മേഖല ഏതാന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചറാണ്. അതായത് അത് നമുക്ക് വലിയൊരു ഡിഫക്റ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്, പക്ഷെ GDP-യിലേക്ക് ഏറ്റവും കുറവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിനും സർവീസ് സെക്ടറിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ അതെന്താണ്, കുറച്ച് കുറവാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളത്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി. അതായത് സൂര്യ സെൻ, VD സവർക്കർ, CR ദാസ്, രാജ്ഗുരു, ഇവരൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. നമുക്ക് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ആൻസർ ഞാൻ പറയാം. അപ്പോ നമ്മുടെ ഓപ്ഷൻ എ ആണ്, സൂര്യ സെൻ ആണ് എന്ത് നമ്മുടെ ഈ ഒരു ആൻസർ. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഇത് വന്നിട്ടുള്ളത് 1930-ലാണ് കേട്ടോ, 1930-ലാണ്. അപ്പോ ഇദ്ദേഹം സ്ഥാപിച്ചത് 1930 സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിക് നെയിം ആണ് മാസ്റ്റർ ദ. അത് നമുക്ക് അത്ര പ്രാധാന്യമല്ല, നമുക്ക് ഈ ഒരു വർഷവും അതേപോലെ തന്നെ ആരാണ് ഫൗണ്ടർ എന്നുള്ളതാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, അതായത് നമുക്ക് സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹിതകാരിണി സമാജം എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു. അതായത് പ്രധാനപ്പെട്ട കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ആളെയും നമുക്ക് ഫെമിലിയർ ആണ്. സ്വാമി വിവേകാനന്ദൻ ഉണ്ട്, ജ്യോതിബ ഫുലെ ഉണ്ട്, അതേപോലെ തന്നെ ആനി ബസന്റ്, വീരശലിംഗം, ഇവരൊക്കെയാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹിതകാരിണി സമാജിനെ കുറിച്ചാണ്. അപ്പൊ ആരായിരിക്കും ഇതില്, സ്വാമി വിവേകാനന്ദനാണോ, അല്ലെങ്കിൽ ജ്യോതിബ ഫുലെ ആണോ, ആനി ബസന്റ് ആണോ, വീരശലിംഗം ആണോ? ഹിതകാരിണി സമാജ്, ഹിതകാരിണി സമാജ് ഏതാണ്? നമുക്ക് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വീരശലിംഗത്തിൻ്റെതാണ് എന്ത്, നമ്മുടെ ഹിതകാരിണി സമാജ്. ബാക്കിയുള്ളവരുടേത് പറയാം. അതായത് ഇദ്ദേഹം 1905 ഡിസംബർ 5-നാണ് എന്ത് ചെയ്യുന്നത്, ഹിതകാരിണി സമാജ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇതിന്റെ വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. അവിടെയുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇനി സ്വാമി വിവേകാനന്ദൻ്റെതാണ് ഇത്, നമ്മുടെ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഈ ഒരു പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ ഗുരു ആണ് ശ്രീ രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഗുരുവിനെ ചോദിക്കാറുണ്ട്. അടുത്തതാണ് ജ്യോതിറാവു ഫുലെ, അതായത് അദ്ദേഹത്തിൻ്റെതാണെന്ത്, സത്യശോധക് സമാജ്. 1873-ലാണ് അദ്ദേഹം അത് തുടങ്ങിയിട്ടുള്ളത്, സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന ആനി ബസന്റ് ആണ്. ഹോം റൂൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആനി ബസന്റിനെയാണ് നമുക്ക് പറയാൻ പറ്റുക.
അപ്പോ ഓരോരുത്തരുടേതും വീരശൈലിംഗത്തിൻ്റെതാണ് ഏത് നമ്മുടെ ഈ ഒരു ഹിതകാരിണി സമാജം എന്ന് പറയുന്നത്. സ്വാമി വിവേകാനന്ദൻ്റെതാണ് രാമകൃഷ്ണ മിഷൻ, ജ്യോതിറാവു ഫുലേൻ്റെതാണ് സത്യശോധക് സമാജ്. ഇത് മാറിപ്പോകാൻ പാടില്ല. ഇതിലേതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് എന്തായാലും നമുക്ക് ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ചോദ്യമാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര്? ഹു ഇൻവെന്റഡ് ഫ്ലൈയിങ് ഷട്ടിൽ? അതായത് ഇതിൽ ഓപ്ഷൻസിൽ 4 ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കൊടുത്തിട്ടുള്ളത്. ജോൺ കെ ഉണ്ട്, ജെയിംസ് വാട്ട് ഉണ്ട്, ജോർജ് സ്റ്റീഫൻസൺ ഉണ്ട്, ജെയിംസ് ഹാർഗ്രീവ്സ് ഉണ്ട്. ഇവർ 4 പേരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒരാളെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്ലൈയിങ് ഷട്ടിലിനെ കുറിച്ചാണ്. അപ്പൊ ഫ്ലൈയിങ് ഷട്ടില് കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് നമ്മുടെ ഓപ്ഷൻസ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമ്മുടെ ജോൺ കെ ആണ് എന്ത് നമ്മുടെ ഫ്ലൈയിങ് ഷട്ടില് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്താ കണ്ടുപിടിച്ചെന്ന് നോക്കാം. ജെയിംസ് വാട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ആവിയന്ത്രം. രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ജെയിംസ് വാട്ട് ആവിയന്ത്രം, അതായത് നമ്മുടെ സ്റ്റീം എഞ്ചിനിലെ സ്റ്റീം എഞ്ചിൻ കണ്ടെത്തിയത് ആരാണ്? നമ്മുടെ ജെയിംസ് വാട്ട് ആണ്. അടുത്തതാണ് ജോർജ് സ്റ്റീഫൻസൺ, അതായത് ഈ ആവി എഞ്ചിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യ പൊതു റെയിൽവേ ലൈൻ നിർമ്മിച്ച വ്യക്തിയാണ് ജോർജ് സ്റ്റീഫൻസൺ. ചിലപ്പോൾ ചോദിക്കാം റെയിൽവേയുടെ പിതാവ് ആരാണെന്ന് ചോദിക്കാം. അതും ആരാണ്? നമ്മുടെ ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ ആണ് ജെയിംസ് ഹാർഗ്രീവ്സ് എന്ന് പറയുന്നത്. അതായത് നൂൽപ്പ് യന്ത്രമായിട്ടുള്ള സ്പിന്നിങ് ജെന്നി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ അത് നിർമ്മിച്ചിട്ടുള്ളത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. അപ്പോ ഇത് 4 ആൾക്കാരും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഫ്ലൈയിങ് ഷട്ടില് ജോൺ കെ ആണ്, അതേപോലെ തന്നെ ആവിയന്ത്രം സ്റ്റീം എഞ്ചിന് ജെയിംസ് വാട്ട് ആണ്, ജോർജ് സ്റ്റീഫൻസൺ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പൊതു റെയിൽവേ ലൈൻ നിർമ്മിച്ചിട്ടുള്ളത്, ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി. ഇതിലേതെങ്കിലും ഒരു ചോദ്യം നിർബന്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഈ ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത് വളരെ റെയർ ആണ്. ഒന്നെങ്കിൽ നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ ആസൂത്രണ കമ്മീഷനുമായിട്ട് വരാം, അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി 5 ഇയർ പ്ലാനുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പൊ ചോദ്യം ഇതാണ്, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1950 ഉണ്ട്, 51 ഉണ്ട്, 52 ഉണ്ട്, 53 ഉണ്ട്. അപ്പൊ ഇതില് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അങ്ങനെ 52നെ കുറിച്ചിട്ടും 53നെ കുറിച്ചിട്ടും നമ്മൾ 5 ഇയർ പ്ലാൻ പഠിച്ച സമയത്ത് നമ്മൾ എന്തായാലും പഠിച്ചിട്ടില്ല. നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് സാധ്യതയുള്ളത് 50ഉം 51ഉം ആണ്. അപ്പോ നമുക്കറിയാം ആദ്യം പ്ലാനിംഗ് കമ്മീഷൻ വന്നാൽ മാത്രമേ നമുക്ക് 5 ഇയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം 1950യിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാനിംഗ് കമ്മീഷൻ വന്നിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ വന്ന് അവർ 5 ഇയർ പ്ലാൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഇയർ ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 1951 മുതൽ 56 വരെയാണ് നമ്മുടെ ആദ്യത്തെ 5 ഇയർ പ്ലാന്. 56 മുതൽ 61 വരെയാണ് എന്ത് നമ്മുടെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാന് അഗ്രികൾച്ചർ കൃഷിക്കാണെങ്കിൽ, രണ്ടാമത്തത് എന്തിനാണ്, വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ ഹിസ്റ്ററി എന്നുള്ള ഒരു ചോദ്യമാണ്, വലിയ കുളത്തിന്റെ അതായത് നമ്മുടെ ഗ്രേറ്റ് ബാത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മള് സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവും. കാലിബംഗൻ, ലോത്താൾ, മോഹൻജദാരോ, ബനാവലി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോ ഇതിൽ എവിടെ നിന്നാണ് നമുക്ക് ഗ്രേറ്റ് ബാത്ത് കിട്ടിയത്, അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതിൽ ഏത് സ്ഥലത്തു നിന്നാണ്? എ ആണോ, ബി ആണോ, സി ആണോ, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ബനവാലി ആണോ? ഏതാണ് നമ്മുടെ ആൻസർ? ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ വലിയ കുളത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. നമ്മുടെ മോഹൻജദാരോ എന്ന് നമ്മൾ പറയും. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഗ്രേറ്റ് ബാത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത്. അപ്പൊ ഇതിൽ ഓരോ സ്ഥലത്തു നിന്ന് എന്തൊക്കെയാ കിട്ടിയെന്ന് നോക്കാം. കാലിബംഗൻ എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് കിട്ടിയിട്ടുള്ളത് പഴയ ഉഴുതുമറിച്ച കൃഷിയിടം, അഗ്നികുണ്ഡങ്ങള്, അതേപോലെ ഒട്ടകത്തിന്റെ അസ്ഥികള്, ടെറാക്കോട്ട വസ്തുക്കള്, വളകള്, മുദ്രകള്, ഇതൊക്കെയാണ് കാലിബംഗന് കിട്ടിയിട്ടുള്ളത്. ഇനി ലോത്തൽ എന്ന് പറയുന്നത് അന്നത്തെ പുരാതനമായിട്ടുള്ള ഒരു തുറമുഖ നഗരമാണ് എന്ത് ലോത്തൽ എന്ന് പറയുന്നത്. ഇനി മോഹൻജദാരോനെ കുറിച്ച് ചിലപ്പം മരിച്ചവരുടെ കുന്നുകൾ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാലും മോഹൻജദാരോ ആണ്. ഗ്രേറ്റ് ബാത്ത് എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചാലും എവിടെയാണ്, മോഹൻജദാരോ ആണ്. ഇനി അവസാനത്തെ ബനാവല്ലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ടെറാക്കോട്ട കലപ്പ ഉള്ള ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കിട്ടിയിട്ടുള്ളത് എവിടുന്നാണ്,
ബനാവലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പൊ ഇതിലെ ഓരോ സ്ഥലത്തു നിന്ന് എവിടെ നിന്നാണ് അവശിഷ്ടങ്ങൾ കിട്ടിയത് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കാണാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് പുതിയ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി? അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് 1990-ല് 1990-കളിൽ ഇന്ത്യയിൽ പല പ്രശ്നങ്ങൾ സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. കാരണം ഗൾഫ് യുദ്ധം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ പുതിയ പോളിസി കൊണ്ടുവരുന്ന നയം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതും 1991-ല് നമ്മൾ പുതിയൊരു ഇത് തുടങ്ങുന്നതും നയം തുടങ്ങുന്നതും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിലെ ആൻസറിലേക്ക് എത്താൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാല് 3 ഏകദേശം ഒരേപോലെ ഉണ്ട്, ഒന്ന് മാത്രമേ മാറ്റുള്ളൂ. അതായത് ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ലാൻഡ് റിഫോം, അല്ലെ? ഒരു ബന്ധമില്ല, മറ്റതെല്ലാം പറയുമ്പം ഒരേപോലെ തോന്നുന്നുണ്ട്. ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, അല്ലെ? ഇപ്പൊ ബേസിക് ആയിട്ട് നമുക്ക് കറക്കി കുത്താൻ പറ്റുകയാണെങ്കിലും ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ നമ്മുടെ ഭൂപരിഷ്കരണമാണ് എന്ത് നമ്മുടെ അല്ലാത്തത്, അതാണ് നോക്കേണ്ടത്. അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി, അതായത് നമ്മുടെ പെനിൻസുലർ റിവേഴ്സ് ഉപദ്വീപീയ നദിയെ കുറിച്ചിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതില് ഏതാണ് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ ഉപദ്വീപീയ നദി ഏതാണെന്നാണ് ചോദ്യം. കൃഷ്ണ ഉണ്ട്, ഗോദാവരി ഉണ്ട്, കാവേരി ഉണ്ട്, മഹാനദി ഉണ്ട്. ഇതിലേതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, കാവേരിയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം, അതായത് ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ, അതായത് പഞ്ചസാര വ്യവസായമാണോ, രാസവള വ്യവസായമാണോ, തുകൽ വ്യവസായമാണോ, പരുത്തിത്തുണി വ്യവസായമാണോ, ഏതാണ് നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ്, പരുത്തിത്തുണി. അതാണ് ഏറ്റവും കൂടുതൽ കൃഷി അധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുന്നത്. പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു, അവിടുന്ന് നമ്മൾ ഡ്രസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ലാർജസ്റ്റ് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്? ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ ഇസ് ലൊക്കേറ്റഡ് അറ്റ്? അതായത് 4 സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള, ലക്ഷദ്വീപ് ദ്വീപുകൾ, അതേപോലെ തന്നെ നീലഗിരി, ഹിമാലയം, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ. ഇതിലേതായിരിക്കും? നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് കണ്ടവർക്ക് അറിയാം ഇതിലേതായിരിക്കും. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാരൻ ഐലൻഡ് ആണ് കേട്ടോ. BARREN, ബാരൻ ഐലൻഡ് ആണ് നമുക്ക് ആക്റ്റീവ് വോൾക്കാനോ ആയിട്ട് കാണാൻ പറ്റുന്ന. ഇപ്പോ നമുക്ക് ഇന്ത്യയിൽ ഏക സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ എടുത്തു പോകാം, പക്ഷെ നമുക്ക് ആ ദ്വീപിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, റങ്കൂണിലേക്ക് നാട് കടത്തപ്പെട്ട 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവ്, അല്ലെ? അപ്പം 1857 റിവോൾട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ പറയുന്നുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ഈ ഒരു സമരമാണ്. 1857 നടന്നിട്ടുള്ളതാണ്. അപ്പൊ ഇതില് താഴെ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു നേതാവിനെ നമ്മൾ റങ്കൂണിലേക്ക് നാട് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ആരാണെന്നാണ് ചോദ്യം. കൻവർ സിംഗ് ഉണ്ട്, താന്തിയ തോപ്പി ഉണ്ട്, നാനാ സാഹിബ് ഉണ്ട്, അതേപോലെ തന്നെ ബഹദൂർ ഷാ ജഫർ ഉണ്ട്. ഇതിൽ ആരാണെന്നാണ് ചോദ്യം. ആരായിരിക്കും? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബഹദൂർ ഷാ ജഫറിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റങ്കൂണിലേക്ക് നാട് കടത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓരോ സ്ഥലവും അതിലുള്ള ലീഡേഴ്സിനെ കുറിച്ചിട്ടും. അതായത് നമ്മുടെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ശിപ്പായിമാർ ആരംഭിച്ചിട്ടുള്ള ഒരു സമരമാണെന്ന് നമുക്കറിയാം.
ഇത് തുടങ്ങിയത് എവിടെയാണ്? മീററ്റിലാണ്. 1857 മെയ് 10-നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട നേതാക്കളും കേന്ദ്രങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ആരായിരുന്നു? ബഹദൂർ ഷാ സെക്കൻഡും അതേപോലെ തന്നെ ഭക്ത് ഖാൻ എന്ന് പറയുന്ന ആളുമായിരുന്നു ഇതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്നത്. ഇനി കാൺപൂരിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനാ സാഹേബും അതേപോലെ തന്നെ താന്തിയ തോപ്പിയായിരുന്നു. ഝാൻസിയില് റാണി ലക്ഷ്മിബായും അതേപോലെ തന്നെ ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയുമാണ് ഇതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഒരു ആൾക്കാരെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം, അവരുടെ സ്ഥലമോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ലീഡർ ആരായിരുന്നു എന്നുള്ളതൊക്കെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് മാറിപ്പോവാതെ എന്ത് ചെയ്യാം, പഠിച്ച് വെക്കുക. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡും ഭക്ത് ഖാനും അതേപോലെ കാൺപൂരില് നാനാ സാഹേബും താന്തിയ തോപ്പിയും, ഝാൻസിയില് റാണി ലക്ഷ്മിബായ്, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള, ഇവരാണ് ഇതിന്റെ നേതാക്കൾ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഖേദ കർഷക സമരം നടന്ന വർഷം എന്ന് പറയുന്നത്. അതായത് ഖേദ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതായത് നമ്മുടെ ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയതിനു ശേഷം പ്രധാനമായിട്ടും 3 സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ഒരു സമരമാണ് ഖേദ കർഷക സമരം എന്ന് പറയുന്നത്. അത് ഏത് വർഷമാണെന്ന്? 1917 ആണോ, 1916 ആണോ, 1918 ആണോ, 1927 ആണോ എന്നാണ് ചോദ്യം. അപ്പോ 1927 അല്ല എന്ന് നമുക്കറിയാം. അപ്പോ 1917, 16, 18 ഇതിൽ 3 എണ്ണാണ് നമുക്ക് ഓപ്ഷൻസ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ സി ആണ്. 1918 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഖേദ കർഷക സമരം നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പ്രധാനമായിട്ടും 3 എണ്ണം ഉണ്ടായിരുന്നു. 3 സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് മിൽ സമരം, അതേപോലെ തന്നെ ഖേദ സത്യാഗ്രഹ. ഇത് 3 എണ്ണം നടന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ തുടങ്ങിയത് ചമ്പാരൻ ആണ്. 1970 ആദ്യത്തെ സമരമാണ്. നീലം കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു അത്. ഇനി തൊട്ടടുത്ത വർഷം 1980 2 സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന് അഹമ്മദാബാദ് മിൽ സമരം, അതായത് അവിടുത്തെ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ടൊക്കെ നടത്തിയിട്ടുള്ള ഒരു സമരമായിരുന്നു. ഇനി ഖേദ, നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഖേദ എന്ന് പറയുന്നത് കർഷകരുടെ നികുതി ഇളവിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ്. അപ്പോൾ ഇത് 3ഉം ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ ചോദിക്കാം. ഖേദ എന്ന് പറയുന്നത് 1980 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് 1918 ആദ്യത്തത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചമ്പാരനാണ് 1917. ഇനി അടുത്തൊരു ചോദ്യമാണ്, നമ്മുടെ രാജ്യസമാചാരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചതാര്? ഹു പബ്ലിഷ്ഡ് ദ ന്യൂസ് പേപ്പർ രാജ്യസമാചാരം? ബെഞ്ചമിൻ ബെയ്ലി ഉണ്ട്, ഹെർമൻ ഗുണ്ടട്ട് ഉണ്ട്, അതേപോലെ തന്നെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, കെ കേളപ്പൻ. ഇവര് ആരാണ് നമ്മുടെ രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദ്യം. അറിയോ? എ ആണോ, ബി ആണോ, ബെഞ്ചമിൻ ബെയ്ലി ആണോ, ഹെർമൻ ഗുണ്ടട്ട് ആണോ, അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള കെ കേളപ്പൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഇവരൊക്കെ ആണോ? ഏതാണ്? നമുക്ക് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹെർമൻ ഗുണ്ടട്ട് ആണ് നമ്മുടെ രാജ്യസമാചാരം എന്ന് പറയുന്ന പത്രം എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്ത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ചിട്ട് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചമിൻ ബെയ്ലി ആണ് നമ്മുടെ മലയാളത്തിലെ അച്ചടിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാള ചെടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഉണ്ടല്ലോ, ഇത് ആദ്യമായിട്ട് അച്ചടിച്ചത് നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. നമ്മുടെ ഹെർമൻ ഗുണ്ടട്ട് പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യസമാചാരം 1847 അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഓപ്ഷൻസിലുള്ളത് കെ കേളപ്പൻ, നമ്മൾ നേരത്തെ പറഞ്ഞു കേരള ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് സ്വദേശാഭിമാനി പത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ ചോദ്യം നമ്മളോട് രാജ്യസമാചാരം ആയതുകൊണ്ട് ഹെർമൻ ഗുണ്ടട്ട് ആണ്. ഇനി ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ച് ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മലയാള അച്ചടിയുടെ പിതാവ് ആരാണെന്ന് ചോദ്യം വരാം, ബെഞ്ചമിൻ ബെയ്ലിയാണ്. അല്ലെങ്കിൽ ആദ്യത്തെ അച്ചടിച്ച മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി അടുത്തൊരു ചോദ്യം, സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരിച്ചറിയുക. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സ്ട്രാറ്റോസ്ഫിയർ. എ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. ബി, കണികകൾ അയോണീകൃത അവസ്ഥയിൽ. ഓപ്ഷൻ സി, ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം. ഓപ്ഷൻ ഡി, ഏറ്റവും താഴ്ന്ന താപനിലയിലുള്ള പാളി.
ഏതാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആദ്യം നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ ലേയേഴ്സ് ഒന്ന് നോക്കാം. അതായത് നമ്മുടെ ഭൂമിയുടെ ഇവിടെ ഭൂമിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് അല്ലെ. അവിടെയാണ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിലെ ഏറ്റവും അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ അല്ല എന്ന് നമുക്കറിയാം, ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ നമ്മുടെ ഇതല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി തൊട്ടടുത്ത ലെയർ ആണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഓസോൺ പാളി കാണാൻ പറ്റുന്നത് അല്ലെ. അപ്പോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? ബി ആണോ, സി ആണോ, ഡി ആണോ? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓസോണിന്റെ ഏറ്റവും വലിയ കേന്ദ്രീകരണം കാണുന്നത് നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി തൊട്ടടുത്തതാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മുടെ ഉൽക്കകളൊക്കെ വരുന്നത് ഈ മിസോസ്ഫിയറിലാണ്. അതിന് മുകളിലുള്ളതാണ് തെർമോസ്ഫിയർ. അതാണ് നമ്മുടെ സാറ്റലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് തെർമോസ്ഫിയറിലാണ്. അതിനു മുകളിലുള്ളതാണ് എന്ത്? എക്സോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ നമ്മുടെ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ ഏതാന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഓസോൺ ഉള്ളത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഉൽക്കകൾ മീറ്റേഴ്സ് ഒക്കെ വരുന്നത് നമ്മുടെ മിസോസ്ഫിയറിലാണ്. സാറ്റലൈറ്റ്സ് തെർമോസ്ഫിയറിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് മനസ്സിലാവും. ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബോധനത്തിന്റെ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഇവാലുവേഷൻ ഡൺ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ഈസ്. അതായത് അവസാനം നടത്തുന്ന, എൻഡിൽ നടത്തുന്നത് സമഗ്ര മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, സംരചന മൂല്യനിർണ്ണയം, നിരന്തര മൂല്യനിർണ്ണയം. അവസാനം, അതായത് ഒരു അക്കാഡമിക് ഇയറിന്റെ ഒക്കെ അവസാനം നമ്മൾ നടത്തുന്നത് ഇതിൽ ഏതായിരിക്കും? കോംപ്രഹെൻസീവ് ആണോ, സമ്മേറ്റീവ് ആണോ, ഫോർമേറ്റീവ് ആണോ, കണ്ടിന്യൂസ് ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ആത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ നമ്മുടെ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നാ പറയാ. അതായത് ഫോർമേറ്റീവ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ നടത്തും. അറ്റ് ദ എൻഡ് നടത്തുന്നതാണ് എന്ത്? നമ്മുടെ സമ്മേറ്റീവ്, എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ലക്ഷ്യങ്ങൾ, എയിംസ് ഓഫ് സോഷ്യൽ സയൻസ്. അതായത് വിശാലവും പൊതുവായതുമാണ്. ബി നിരീക്ഷിക്കാവുന്നതാണ്. ഓപ്ഷൻ സി അളക്കാവുന്നതാണ്. 4 സ്പഷ്ടമാണ്, വളരെ സ്പെസിഫിക് ആണ്. ഇതിൽ ഏതായിരിക്കും? നമ്മുടെ സോഷ്യൽ സയൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ബ്രോഡ് ആൻഡ് ജനറൽ. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ വലിയതല്ലേ, അതായത് ഒരുപാട് വിശാലമായിട്ടുള്ളതും അതേപോലെ തന്നെ പൊതുവായിട്ട് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശാലവും പൊതുവായിട്ടുള്ള ബ്രോഡ് ആൻഡ് ജനറൽ ആയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് നമുക്ക് സോഷ്യൽ സയൻസിന്, സാമൂഹ്യ ശാസ്ത്രത്തിനുള്ളത്. അടുത്ത ചോദ്യം, പാഠ്യപദ്ധതി സംഘാടനത്തിന്റെ സമീപനമല്ലാത്തത് ഏത്? വിച്ച് ഇസ് നോട്ട് ആൻ അപ്രോച്ച് ഓഫ് ഓർഗനൈസ്ഡ് കരിക്കുലം. അതായത് നമ്മൾ കരിക്കുലം വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത അപ്രോച്ചിലൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് അപ്രോച്ച് ആണ്. ബി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ, ചരിത്ര സമീപനമാണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ടോപ്പിക്കൽ സമീപനമാണ്. ഓപ്ഷൻ ഡി സ്പൈറൽ അപ്രോച്ച് ആണ്. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. വിച്ച് ഈസ് നോട്ട് എന്നാണ് ചോദ്യം. വിച്ച് ഈസ് നോട്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പൊ യൂണിറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലിയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ ആദ്യം ഏത് നടന്നു അതിനനുസരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. ടോപ്പിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്ന സമയത്ത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് വലിയ ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന്റെ ടോപ്പിക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടന്റിന്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഒരു സ്പൈറൽ രൂപത്തിൽ വരുന്നതാണ് സ്പൈറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഒന്നെങ്കിൽ നമുക്ക് യൂണിറ്റ് അപ്രോച്ച് കാണാൻ പറ്റും, ടോപ്പിക് ബേസ് ചെയ്ത് ടോപ്പിക് അപ്രോച്ച് കാണാൻ പറ്റും, സ്പൈറൽ അപ്രോച്ച് നമുക്ക് കാണാനായിട്ട്
പറ്റും. ഇപ്പൊ സ്പൈറൽ അപ്രോച്ച് നിങ്ങൾ ഇപ്പം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം കണ്ടന്റ് ചിലപ്പോൾ നമുക്ക് 5 കാണാൻ പറ്റും, അതിന്റെ കുറച്ചുകൂടെ കോംപ്ലക്സ് വേർഷൻ 7 കാണാൻ പറ്റും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതാണ് സ്പൈറലായിട്ട് കാണുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ചരിത്ര സമീപനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ച് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, ഒരു ഗ്രാഫിക് പഠന സഹായി ഏതാണ്, ഗ്രാഫിക് എയ്ഡ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഗ്ലോബ് ഉണ്ട്, ചാർട്ട് ഉണ്ട്, ചോക്കും ബോർഡും ഉണ്ട്, അതേപോലെ തന്നെ മാതൃക, അതായത് നമ്മൾ മോഡൽസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ BEd. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ഗ്രാഫിക് പഠന സഹായി എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഗ്രാഫ് അല്ലേ? അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ബി ആണ്, ചാർട്ട് ആണെന്ത് നമ്മുടെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ പഠന സഹായി, ഒരു ഗ്രാഫിക് പഠന സഹായി എന്ന് പറയുന്നത് ചാർട്ടാണ്. നമ്മൾ കഴിഞ്ഞതിൽ ത്രിമാനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്ലോബിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു ചോദ്യമാണ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം നിർദ്ദേശിച്ച ആദ്യ കമ്മിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. അശോക് മേത്ത കമ്മിറ്റി, PK തുങ്കൻ കമ്മിറ്റി, അതേപോലെ തന്നെ ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി, അതേപോലെ തന്നെ ഹനുമന്തറാവു കമ്മിറ്റി. ഇതിലേത് കമ്മിറ്റിയാണ് നമുക്ക് 3 ടയർ പഞ്ചായത്തി സിസ്റ്റം ഉണ്ടല്ലോ, ആ സംവിധാനം ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് ഏതോ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അപ്പോ ഇതിലൂടെ ഈ ത്രിതല പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പം 3 ടയറുകളായിട്ട് അല്ലെങ്കിൽ 3 തലമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും ബേസില് ഗ്രാമപഞ്ചായത്താണ്, അതിന് തൊട്ട് മുകളിൽ ബ്ലോക്ക് ലെവൽ ഉണ്ടാവും, പിന്നെ ഡിസ്ട്രിക്ട് ലെവൽ, അങ്ങനെ നമ്മൾ ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് തുടങ്ങി ഒരു ഹൈ ലെവലിലേക്ക് പോവുകയാണ്. അപ്പോ ഇതിന്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ് ഈ ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത്. അപ്പോ ഇത് 1992 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട 2 ഭേദഗതികളെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യം വരും. ചിലപ്പം 73ഉം 74ഉം ഭേദഗതികളെ കുറിച്ചാണ് ചോദ്യം വരാറുള്ളത്. അപ്പൊ 73 എന്ന് പറയുന്നത് ഏതിനാണ്, നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ 73 അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, ഭേദഗതി എന്ന് പറയുന്നത്. 74 ആണെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ട്, അതായത് നഗര തദ്ദേശ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അതായത് കൺഫ്യൂഷൻ ആവണ്ട, 73 എന്ന് പറയുമ്പോൾ ചെറുതാണ്, അപ്പൊ നമ്മുടെ വില്ലേജ് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ലെവലിൽ. 74 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുതാണ്, 73നെക്കാളും വലുതാണ്. അപ്പൊ വലുതെന്ന് പറയുമ്പോൾ ഗ്രാമങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ വലുതുള്ളത് നമ്മുടെ നഗരം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ അത് ചിലപ്പം ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വന്നിട്ടുള്ളത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. USA-യിൽ നിലവിലിരിക്കുന്ന കക്ഷി സമ്പ്രദായം ഏതാണ് എന്നാണ് ചോദ്യം. അതായത് ദ പാർട്ടി സിസ്റ്റം വിച്ച് പ്രിവെയിൽസ് ഇൻ USA, അതായത് 1 പാർട്ടി സിസ്റ്റം ആണോ, 2 പാർട്ടി സിസ്റ്റം ആണോ, മൾട്ടി പാർട്ടി സിസ്റ്റം ആണോ, അല്ലെങ്കിൽ 1 പാർട്ടി ഡോമിനന്റ് സിസ്റ്റം ആണോ, അതായത് ഏകകക്ഷി മേധാവിത്വ സമ്പ്രദായമാണോ USA-യിൽ എന്നാണ് നമുക്ക് ചോദ്യം. ഏതാണ്? എന്തായാലും ഏകകക്ഷിയല്ല, നമുക്ക് ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ദ്വികക്ഷി സമ്പ്രദായമാണ്, 2 പാർട്ടി സിസ്റ്റം ആണ് ഉള്ളത്. അതായത് 1 പാർട്ടി സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറയാം, നമ്മുടെ ചൈന അല്ലെ, നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന, അതേപോലെ തന്നെ നോർത്ത് കൊറിയ, ക്യൂബ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? 1 പാർട്ടി സിസ്റ്റം, ഏകകക്ഷി സമ്പ്രദായത്തിന് എക്സാമ്പിൾ ആണ്. ഇനി 2 പാർട്ടി സിസ്റ്റം അല്ലെങ്കിൽ ദ്വികക്ഷി സമ്പ്രദായത്തിന് എക്സാമ്പിൾ ആണ് നമ്മുടെ USA. അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, അതേപോലെ കാനഡ, ജമൈക്ക, ഇതൊക്കെ 2 പാർട്ടി സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ്. മൾട്ടി പാർട്ടി ആകുമ്പോൾ കുറെ പാർട്ടികൾ ഉണ്ടാവും. ബഹുകക്ഷി സമ്പ്രദായമാണ്, അതിൽ നമ്മുടെ ഇന്ത്യ ഒരു എക്സാമ്പിൾ ആണ്. ബ്രസീല്, ജർമ്മനി, ഇതൊക്കെ ഇതിലാണ് നമ്മുടെ മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് മേജർ ആയിട്ടുള്ള രാജ്യങ്ങൾ മാത്രമേ കൊടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഏതാണ്? ഇപ്പൊ ചൈനയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് 1 പാർട്ടി സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇന്ത്യ ഏതാണെന്ന് ചോദിച്ചാൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി അടുത്തൊരു ചോദ്യമാണ്,
പ്രീ ആക്റ്റീവ് അധ്യാപന ഘട്ടത്തിലെ ഒരു പ്രവർത്തനം ഏത്? പെഡഗോജി ആണ്, അതായത് വിച്ച് ഈസ് ദി ഓപ്പറേഷൻ ഇൻവോൾവ്ഡ് ഇൻ പ്രീ ആക്റ്റീവ് ഫേസ് ഓഫ് ടീച്ചിങ്. ഡയഗ്നോസിസ് ഉണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഉണ്ട്, പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പ്രീ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുന്നേ ചെയ്യേണ്ടത്. പ്രീ എന്ന് പറയുമ്പോൾ മുന്നേ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഡയഗ്നോസിസ് ടെസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, അതായത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മൾ പഠിപ്പിച്ച ചാപ്റ്റർ ബേസ് ചെയ്ത് നമ്മൾ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുന്നു. അതിൽ നമ്മൾ വീക്കസ്റ്റ് പോയിന്റ്സ് കണ്ടെത്തിയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണത്. ഇനി റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വെരി ഗുഡ് എന്നൊക്കെ പറയുന്നതാണ് റീഇൻഫോഴ്സ്മെന്റ്. അത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇനി ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല്, അതായത് ആദ്യം നമ്മൾ ലെസൺ പ്ലാൻ ഉണ്ടാക്കണമല്ലോ, ആ സമയത്ത് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലെ? ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ലെസൺ പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് മുന്നേ നടത്തുന്നതല്ലേ. അപ്പോൾ നമ്മുടെ അധ്യാപന ഘട്ടത്തിലെ പ്രീ ആക്റ്റീവ് സെഷനിൽ ഫേസിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്, ഉദ്ദേശങ്ങൾ തയ്യാറാക്കൽ. പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആ ക്ലാസ് എടുക്കുന്നതല്ലേ പ്രസന്റേഷൻ എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ കാര്യങ്ങൾ എന്താണ് എന്നൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റായ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് ആര്? ഹു ഗിവ്സ് റെക്കഗ്നീഷൻ ടു ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ? അപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് ഉണ്ട്. ആരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണെന്ത്? നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നത്, അവർക്ക് ചിഹ്നങ്ങൾ നൽകുന്നത് ഒക്കെ ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ഓപ്ഷൻ എ ആണെന്ത്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി അടുത്തതാണ്, തിരിച്ചറിയുക എന്ന സ്പഷ്ടീകരണം ഏത് തലത്തിൽ ഉൾപ്പെടുന്നു? അതായത് recognizes is a specification under knowledge, comprehension, application, analysis. അറിവ്, ഗ്രഹണം, പ്രയോഗം, വിശകലനം. ഇത് ആണ് ചോദ്യം വന്നിട്ടുള്ളത്. റെക്കഗ്നൈസസ്, തിരിച്ചറിയുക എന്നുള്ളത് ഏതിലാണ്? അതായത് ഇത് എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്? നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അതായത് നമുക്ക് ബ്ലൂംസ് ടാക്സോണമി പ്രകാരം ഏറ്റവും ബേസ് ലെവലിൽ റിമെമ്പർ അല്ലെ, ഓർത്തെടുക്കുക, റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ബേസിലെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതിലാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ്, അതായത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇനി അനലൈസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യും, അതായത് ഓരോ ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്ത ഡിഫറെന്റ് പാർട്സ് ആക്കി നമ്മൾ അനലൈസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു ഇവാലുവേഷനിലേക്ക് എത്തുന്നു. ദെൻ ഫൈനലി ഏറ്റവും ഹയർ ഓർഡറിലാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? തിരിച്ചറിയുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഏതിലാണ്? ഏറ്റവും ബേസ് ലെവലിലാണ്. അതായത് നമുക്കറിയാം, ഇപ്പൊ തിരിച്ചറിയാന്ന് പറയുന്നത് ഇതില് കോംപ്രഹെൻഷൻ അല്ല, അതായത് ഗ്രഹണം അല്ല, ആപ്ലിക്കേഷൻ അല്ല, അനാലിസിസ് അല്ല, അല്ലെ? ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, നോളജിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ റിമെമ്പർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യമാണ്, നമ്മുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഡിസിപ്ലിൻ, ഏറ്റവും പഴക്കമേറിയ വിഷയം ഏതാണ്? സോഷ്യോളജി ആണോ, എക്കണോമിക്സ് ആണോ, ഹിസ്റ്ററി ആണോ, ആന്ത്രോപോളജി ആണോ? ഇതിലേതാ? ഇതൊക്കെ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഭാഗമാണെന്ന് നമുക്ക് അറിയാം അല്ലെ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും? എക്കണോമിക്സ് ഒക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള സബ്ജക്റ്റ് ആണ്, നമുക്കറിയാം. എന്താണ്? ഓപ്ഷൻ സി, ഹിസ്റ്ററി ആണ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സോഷ്യൽ സയൻസിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഇനി അടുത്തതാണ്, ചർച്ചാ രീതിയുടെ നേട്ടം ഏത്? ഇതൊക്കെ നമ്മുടെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിച്ച് ഈസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്കഷൻ മെത്തേഡ്? ഡിസ്കഷൻ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വൈകാരിക സംഘർഷം ഉണ്ടാക്കുന്നു, മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തം, പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്വം, അനാവശ്യമായ വാദപ്രതിവാദം ഉണ്ടാക്കുന്നു. അപ്പോ ഡിസ്കഷൻ മെത്തേഡിലൂടെ എന്താണ് അല്ലെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? കുട്ടികളിൽ അത് ഇമോഷണൽ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ?
ഇല്ല അല്ലെ. അതേപോലെ തന്നെ പരിമിതമായ വിദ്യാർത്ഥികളുടെ മേധാവിത്താണോ അതിൽ കാണുന്ന ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയുമല്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദം ഉണ്ടാക്കുന്നു, അത് നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മികച്ച വിദ്യാർത്ഥി പങ്കാളിത്തമാണ് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ രീതിയിലൂടെ നമ്മൾ ഒരു ടോപ്പിക് കുട്ടികളിലേക്ക് എത്തിക്കുന്ന സമയത്ത് മാക്സിമം കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അടുത്തതാണ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത്, അതാണ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യന് അല്ലാത്തതാ ചോദിച്ചിട്ടുള്ളത്. സ്വത്തവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിലേതായിരിക്കും? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് 6 ഫണ്ടമെന്റൽ മൗലികാവകാശങ്ങൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ്? യെസ്, ഏതാണ്? ഓപ്ഷൻ എ, റൈറ്റ് ടു പ്രോപ്പർട്ടി. അല്ലെ, നമുക്കറിയാം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാ? ഒന്ന് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, വ്യത്യസ്ത മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതൊക്കെ ഈ 6 എണ്ണമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരിക്കലും എന്തല്ല, നമ്മുടെ മൗലികാവകാശമല്ല, നമ്മുടെ നമുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ല റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, നിയമം നടപ്പിലാക്കൽ ചുമതലയായിരിക്കുന്നത്. ലോ ഇംപ്ലിമെന്റേഷൻ ഇസ് എ ഫംഗ്ഷൻ ഓഫ്, അതായത് നമുക്കറിയാം ബേസിക് ആയിട്ട് നമുക്ക് ഗവൺമെന്റിന് 3 സെക്ടേഴ്സ് ഉണ്ട്, സെക്ടേഴ്സ് അല്ല 3 വിഭാഗങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് അറിയാം. ലെജിസ്ലേച്ചർ, അതായത് നിയമനിർമ്മാണ സഭയുണ്ട്. ബി, എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം ഉണ്ട്. സി, ജുഡീഷ്യറി, നീതി ന്യായ വിഭാഗം. ഡി എന്ന് പറയുന്ന ഇവയെല്ലാം. അപ്പൊ ഇതിലെ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നിയമം നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആരുടെ ചുമതലയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഇപ്പൊ ലെജിസ്ലേച്ചർ, ആ പേര് തന്നെ അറിയാം, നിയമം നിർമ്മിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മുടെ നിയമ നിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല. അപ്പൊ ഇതല്ലെങ്കിൽ എന്തായാലും ഓപ്ഷൻ ഡിയും ആയിരിക്കില്ല, ഓൾ ഓഫ് ദ എബവ് എന്തായാലും ആയിരിക്കില്ലല്ലോ. പിന്നെ ഓപ്ഷൻ ബിയും സിയും ആണുള്ളത്. ഇപ്പൊ ജുഡീഷ്യറി, നീതിന്യായ വിഭാഗം എന്താ ചെയ്യുന്നത്? ശരിക്കും നിയമം നമുക്ക് ലംഘിക്കപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് നീതിന്യായ വിഭാഗത്തിന്റെ അടുത്ത് പോകേണ്ടതായിട്ടുള്ളൂ, അല്ലെ? അപ്പോ ലോ ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ നിയമം നടപ്പാക്കുക എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്, ഫംഗ്ഷൻ ആണ്, ചുമതലയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻ കേസ് നമുക്ക് അത് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജുഡീഷ്യറിയുടെ അടുത്ത് പോകാം. നിയമം നിർമ്മിക്കുന്നത് എപ്പോഴും ആരാണ്? നമുക്ക് ലെജിസ്ലേച്ചർ ആണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസങ്ങളെ മറികടക്കാൻ അനുയോജ്യമായത്, അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് സ്യൂട്ടബിൾ ഫോർ കാറ്ററിംഗ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് നമുക്കറിയാം നമ്മുടെ ക്ലാസ് റൂമിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ള കുട്ടികളെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അപ്പോ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ ഡബിൾ പ്രൊമോഷൻ ആണോ, ഹെട്രോജനസ് ഗ്രൂപ്പിംഗ് ആണോ, ഹോമോജനസ് ഗ്രൂപ്പിംഗ് ആണോ, ആക്സിലറേഷൻ ആണോ? ഇപ്പൊ ഡബിൾ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത് നല്ല ഐക്യമുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഡബിൾ പ്രൊമോഷൻ കൊടുക്കുന്നത്, അല്ലെ? അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഹെട്രോജനസ് ഗ്രൂപ്പ്, അതായത് സങ്കര ഗ്രൂപ്പുകളാക്കൽ, അതായത് നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടിയെയും അതേപോലെ തന്നെ പഠിത്തത്തിൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന കുട്ടിയും ഇടത്തരം കുട്ടികളെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഹെട്രോജനസ്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമ്മൾ അതിൽ കൂട്ടണം. ഇനി ഹോമോജനസ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് ഒരേപോലെയല്ലേ, അതായത് പഠിക്കുന്ന കുട്ടികളെ മാത്രം ഒന്നാക്കുക, ഒരു ഗ്രൂപ്പ് ആക്കുക, പഠിക്കാത്ത കുട്ടികളെ നമ്മൾ വേർതിരിച്ച് വേറൊരു ഗ്രൂപ്പ് ആക്കുക, അങ്ങനെ ചെയ്യാം. ഇനി ത്വരിതപ്പെടുത്തൽ, ആക്സിലറേഷൻ കൊടുക്കുക. അപ്പൊ ഇതിൽ ഏതായിരിക്കും നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഓപ്ഷൻ ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ആണ്. നമ്മൾ എന്ത് ചെയ്യണം? സങ്കര ഗ്രൂപ്പുകളാക്കണം, ഹെട്രോജനസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യും? നന്നായി പഠിക്കുന്ന ആളും പഠിക്കാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും കൂടെ പഠിക്കാനായിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനെ ക്ലാസ് റൂമിൽ നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത ഒരു ചോദ്യമാണ് ബ്ലൂ റെവല്യൂഷൻ, അതായത് നമ്മുടെ നീല വിപ്ലവം. ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. നീല വിപ്ലവം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ബ്ലൂ റെവല്യൂഷൻ. അപ്പോ അഗ്രികൾച്ചറിനെ ആണോ, മിൽക്ക് അല്ലെങ്കിൽ പാല്,
മത്സ്യം, അതേപോലെ തന്നെ പട്ടുനൂൽ കൃഷി, സിൽക്ക്, ഇതിനേതാണ് നമ്മുടെ ബ്ലൂ റെവല്യൂഷൻ? പേര് തന്നെ നമുക്കറിയാം, ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അറിയാതായിരിക്കും. നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും, മത്സ്യമായിരിക്കും അല്ലെ. അഗ്രികൾച്ചർ ഗ്രീൻ റെവല്യൂഷൻ ആണ്, നമുക്ക് മിൽക്ക് എന്ന് പറയുന്നത് വൈറ്റ് റെവല്യൂഷൻ ആണ് എന്നൊക്കെ നമുക്ക് അറിയാം. അതേപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്ന സമയത്ത് ഏതായിരിക്കും? ഒബ്വിയസ്ലി ഫിഷ് ആയിരിക്കുമല്ലോ. നമ്മൾ മാപ്പിലെ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാ? ജലാശയത്തിനെ അല്ലേ. ഇനി അടുത്ത ചോദ്യമാണ്, മൂല്യങ്ങളും മനോഭാവങ്ങളും വളരുക എന്നത് ഏതിന് ഉദാഹരണമാണ്? അന്വേഷണ ഉദ്ദേശങ്ങൾ, നൈപുണ്യ ഉദ്ദേശങ്ങൾ, വൈകാരിക ഉദ്ദേശങ്ങൾ, അതേപോലെ ഉള്ളടക്ക ഉദ്ദേശങ്ങൾ. അതായത് നമ്മുടെ കുട്ടികളിലെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഏത് രീതിയിലാണ്? ഇൻക്വയറി ഒബ്ജക്റ്റീവിലാണോ അത് വരുന്നത്? സ്കിൽ ഒബ്ജക്റ്റീവിലാണോ? എഫക്റ്റീവ് ഒബ്ജക്റ്റീവിലാണോ? കണ്ടന്റ് ഒബ്ജക്റ്റീവിലാണോ? അപ്പോൾ നമുക്ക് ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കിൽ ഒബ്ജക്റ്റീവിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആറ്റിറ്റ്യൂഡും വാല്യൂസും ഡെവലപ്പ് ചെയ്ത് വരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് കണ്ടന്റ് ഒബ്ജക്റ്റീവ്, അതായത് നമ്മുടെ അവിടെ കണ്ടന്റിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്, ഒരിക്കലും നമ്മുടെ ആറ്റിറ്റ്യൂഡിനോ വാല്യൂക്കോ അല്ല. പിന്നെ നമുക്കുള്ളതാണ് ഇൻക്വയറി ഒബ്ജക്റ്റീവും അതേപോലെ തന്നെ എഫക്റ്റീവ് ഒബ്ജക്റ്റീവും. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പം എക്സാമ്പിളിലൂടെ തന്നെ എത്താൻ പറ്റും. ഇപ്പൊ വൈകാരിക ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഫക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന സമയത്ത് വൈകാരികമായിട്ടാണ് നമുക്ക് ഈ ആറ്റിറ്റ്യൂഡുകൾ, വാല്യൂസ് ഒക്കെ എന്ന് പറയുന്നത് ശരിക്കും എപ്പോഴും എന്താണ്? അഫക്റ്റീവ് ഒബ്ജക്റ്റീവ് ആണ്, വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ അഫക്റ്റീവ് ഒബ്ജക്റ്റീവ് ആയിരിക്കും ഏതിന് വരിക? മൂല്യങ്ങളും ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവിലൂടെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് എയ്ഡ് വാസ് പ്രപ്പോസ്ഡ് ബൈ, അതായത് പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രെഡറിക് ഫ്രോബൽ ഉണ്ട്, ജീൻ പിയാഷെ ഉണ്ട്, ജെറോം ബ്രൂണർ ഉണ്ട്, അതേപോലെ തന്നെ എഡ്ഗർ ഡെയിൽ ഉണ്ട്. ഇതിൽ ആരാണ് നമ്മുടെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് എയ്ഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠനത്തെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് ആര് കൊണ്ടുവന്നിട്ടുള്ള ഐഡിയ ആണ് എന്നാണ് ചോദ്യം. ഏതാണ്? നമുക്ക് ബ്രൂണറിനെ കുറിച്ചിട്ട് നമുക്കറിയാം. ഏതാണ്? നമ്മുടെ സ്പൈറൽ കരിക്കുലത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെ. സ്പൈറൽ കരിക്കുലത്തെ കുറിച്ചാണ്. ഇനി ഫ്രോബലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രോബൽ നമുക്കറിയാം കിൻഡർ ഗാർഡൻ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. പിന്നെ ജീൻ പിയാഷെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി കൊണ്ടുവന്നിട്ടുള്ളതാണ് ജീൻ പിയാഷെ. അപ്പൊ നമ്മുടെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പഠനാനുഭവങ്ങളുടെ കോൺ വികസിപ്പിച്ചെടുത്തത് എഡ്ഗർ ഡെയിൽ ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട, ഇതിൽ ചിലപ്പോൾ ഫ്രോബലിനെ കുറിച്ചായിരിക്കും ഇപ്രാവശ്യം ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫ്രോബൽ ഏതാണ്? കിൻഡർ ഗാർഡൻ ആണ്. ഇനി സ്പൈറൽ കരിക്കുലം കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൂണർ ആണ്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഉള്ളടക്ക വിശകലനം ആവശ്യമില്ലാത്തത്, കണ്ടന്റ് അനാലിസിസ് ഈസ് നോട്ട് എസെൻഷ്യൽ ഇൻ പഠനാസൂത്രണത്തിൽ, ലെസൺ പ്ലാൻ, യൂണിറ്റ് ആസൂത്രണത്തിൽ, യൂണിറ്റ് പ്ലാൻ, വാർഷികാസൂത്രണത്തിൽ, ഇയർ പ്ലാന്, അതേപോലെ തന്നെ പെഡഗോജിക് അനാലിസിസ്. ഇതിലേതിലാണ് നമ്മുടെ കണ്ടന്റ് അനാലിസിസ് അല്ലെങ്കിൽ ഉള്ളടക്കം കാര്യമായിട്ട് വിശകലനം ആവശ്യമില്ലാത്തത്? ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ലെസൺ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിലെ കണ്ടന്റിനെ മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ലെസൺ പ്ലാൻ അല്ല. യൂണിറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ നമ്മൾ കണ്ടന്റിനെ ഏത് ദിവസം എത്ര കണ്ടന്റുകൾ നമ്മൾ എടുക്കുന്നുണ്ട്, എത്ര പീരീഡ് കൊണ്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ യൂണിറ്റ് പ്ലാനും അല്ല അല്ലെ. പെഡഗോജിക് അനാലിസിസിലും നമ്മൾ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോ നമ്മൾ ഉള്ളടക്കം വിശകലനം അത്ര ആവശ്യമില്ലാത്തത് ഇയർ പ്ലാനില. അതായത് ഇയർ പ്ലാനിൽ എത്ര മന്ത് കൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നു എന്നുള്ളത്, അതിൽ നമ്മൾ കാര്യമായിട്ട് കണ്ടന്റ്, നിങ്ങൾ BEd ചെയ്തിട്ടുണ്ടാവും, ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും ഇയർ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇയർ പ്ലാനിൽ നമ്മൾ കാര്യമായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കണ്ടന്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മൾ ലെസൺ പ്ലാനും യൂണിറ്റ് പ്ലാനും അതേപോലെ പെഡഗോജിക് അനാലിസിസിനൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ കണ്ടന്റ് കീറി മുറിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നിർത്താണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 8:30 വരെയാണ് നമ്മുടെ സെഷൻ. അപ്പോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സഫ്വാന ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഏതെങ്കിലും ക്വസ്റ്റ്യന് മനസ്സിലാവാത്തതുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ, ധ്വനിയും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ മാക്സിമം PYQs ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഏതെങ്കിലും ടോപ്പിക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് PYQസിലൂടെ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ചെറിയ ടോപ്പിക്കിനെ നമുക്ക് വേഗം അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.